നിങ്ങൾ രണം സിനിമയിലെ ടൈറ്റിൽ ട്രാക്ക് കേട്ടിട്ടുണ്ടോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു മൂവി റിവ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. ഒരു പാട്ടിനെ കുറിച്ച് എൻ്റെ ലൈഫിൽ ഈ പാട്ടിന് എത്രത്തോളം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വിഷമം വരുന്ന സമയത്ത്, ഞാൻ ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, വളരെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത്, എങ്കിൽ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ തന്നെ ഒരു 4-5 തവണ ഒരു ദിവസം ഞാൻ ഈ സോങ് കേൾക്കാറുണ്ട്. നമ്പർ ഓഫ് ടൈംസ് ഞാൻ ഈ സോങ് റിപ്പീറ്റഡ്ലി ലൂപ്പ് ചെയ്ത് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ജെക്സ് ബിജോയ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ജനങ്ങളുടെ മനസ്സിൽ ഇത്രത്തോളം പോപ്പുലർ ആകുന്ന സോങ്ങാണ് അന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഇത് പാട്ട് കേൾക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു മാജിക് സംഭവിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണോ അതോ യൂട്യൂബിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് അതിലൊരു കമൻറ്റ് കണ്ട് ഞാൻ, കാലം തെറ്റിയിറങ്ങിയ സിനിമയുടെ കാലത്തെ അതിജീവിക്കുന്ന ഒരു പാട്ട് യൂട്യൂബിലെടുത്ത് നിങ്ങൾ ഈ സോങ് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ കമൻസ് ഒക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കും. എല്ലാവരുടെ ലൈഫിലും ആ പാട്ട് കേൾക്കുന്ന എല്ലാവരുടെ ലൈഫിലും എന്തൊക്കെയോ ഒരു സ്റ്റിൽ ഈ പാട്ട് എന്തോ ഒരു മാജിക് കാണിക്കുന്നുണ്ട് എന്നതാണ് അവരെല്ലാം പറയുന്നത്. ഈ പാട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ തന്നെ എനിക്ക് തോന്നുന്ന സമയത്ത് നമ്പർ ഓഫ് ടൈംസ് ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ലൂപ്പ് ചെയ്ത് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് എപ്പോഴും ഒരു സാച്ചുറേഷൻ പീരീഡ് ഉണ്ട്. അതായത് ഏതൊരു മനുഷ്യനും ഒരു കാര്യം റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത് അവർ സാച്ചുറേറ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരും. ബട്ട് ഈ പാട്ട് കേട്ട് സ്റ്റിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പാട്ടിനോടൊരു വിരസത ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം ഞാൻ ഡെയിലി ബേസിസിൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. എന്നിട്ട് പോലും എനിക്ക് ഇത്രത്തോളം എനിക്ക് ഒരു വിരസത വരാത്ത, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു മാജിക്കാണ് ഈ പാട്ട്. മനോജ് കൊറൂറിൻ്റെ വരികൾ അത്രയും ബ്യൂട്ടിഫുള്ളാണ്, അത്രയും ഇൻറ്റൻസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതായത് ഈ പാട്ട് കേൾക്കുന്നത് ഏത് സിറ്റുവേഷനിലാണോ നമുക്ക് ആ സിറ്റുവേഷനിൽ ഒരു ഹോപ്പ്, അല്ലെങ്കിൽ അതിലൊരു നമ്മുടെ പെയിൻ, ഹോപ്പ്, മോട്ടിവേഷൻ, ഒരുപാട് എമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന, എമോഷൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന, എമോഷൻസിനെ കാം ചെയ്യുന്ന, എമോഷൻസിനെ റിലീഫ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്. ജെക്സ് ബിജോയുടെ കോമ്പോസിംഗ്, മനോജ് കൊറൂറിൻ്റെ വരികൾ, നേഹ എസ് നായരുടെ മാജിക്കൽ മെലഡി, സൈൻ TFCയുടെ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് റാപ്പ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, ആൻഡ് അജേഷ് റാവിൻ്റെ ഹുക്ക്. ഇറ്റ്സ് എ പ്യൂർ